ഹലോ, ക്യൂബിറ്റ് അക്കാദമിയുടെ SSC-RRB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജിതിൻ. നമ്മളിന്ന് ഫിസിക്സിലെ രണ്ട് ടോപ്പിക്കുകൾ, ഒന്ന് ലൈറ്റ്, മറ്റേത് സൗണ്ട്. ഇത് രണ്ടും നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ടോപ്പിക്കുകളാണ്. ഈ രണ്ട് ടോപ്പിക്കുകളുടെയും ബേസിക്സ്, വളരെ ഫണ്ടമെൻ്റലായ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു പോവുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഈ രണ്ട് സൗണ്ടും ലൈറ്റും രണ്ടെടുത്താലും അതിൻ്റെ പല പ്രോപ്പർട്ടീസും ഏകദേശം ഒരു ഓപ്പോസിറ്റ് രീതിയിൽ നമുക്ക് പഠിച്ചു പോകുമ്പോൾ കുറച്ചും കൂടി കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ ഓർത്തു വെക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് ആ ഒരു രീതിയിലാണ്, ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിലാണ് ലൈറ്റിൻ്റെയും സൗണ്ടിൻ്റെയും ഫണ്ടമെൻ്റലായ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളിന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ടോപ്പിക്കിലേക്ക് വരാം. ബേസിക്സ് ഓഫ് ലൈറ്റ് ആൻഡ് സൗണ്ട്. അപ്പോൾ ആദ്യം തന്നെ ലൈറ്റിൻ്റെ ഡെഫിനിഷനാണ്. ലൈറ്റിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ലൈറ്റ് ഇസ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ദാറ്റ് പ്രൊഡ്യൂസസ് ദ സെൻസേഷൻ ഓഫ് വിഷൻ എന്നാണ്. ലൈറ്റ് ഈസ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ദാറ്റ് പ്രൊഡ്യൂസസ് ദ സെൻസേഷൻ ഓഫ് വിഷൻ. അപ്പോൾ എന്തായാലും സെൻസേഷൻ ഓഫ് വിഷൻ തരുന്നതാണ് ലൈറ്റ്, അല്ലേ? വിഷൻ, കാഴ്ച തരുന്നതാണ് ലൈറ്റ്. നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവിടെ ഒരു പോയിന്റ് ഉള്ളത്, ലൈറ്റ് ഇസ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും സ്വാധീനമുള്ള വേവുകളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. യൂണിവേഴ്സിലെ 7 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? അതിൽ എക്സ്റേ ഉണ്ട്, ഗാമാറേ ഉണ്ട്, അൾട്രാവയലറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, മൈക്രോവേവ്സ് ഉണ്ട്, റേഡിയോ വേവ്സ് ഉണ്ട്, വിസിബിൾ ലൈറ്റും ഉണ്ട്. അപ്പോൾ ഈ 7 ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളിൽ ഒന്നാണ് നമ്മൾ ലൈറ്റ് എന്ന് വിളിക്കുന്ന വിസിബിൾ ലൈറ്റ്. അപ്പോൾ ലൈറ്റ് ഇസ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ലൈറ്റ് ഇസ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ദാറ്റ് പ്രൊഡ്യൂസസ് ദ സെൻസേഷൻ ഓഫ് വിഷൻ. ലൈറ്റിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന രണ്ട് പേരുകൾ, ഒന്ന് മാക്സ്വെല്ലും രണ്ട് ഹെഡ്സുമാണ്. ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ, ഹെൻറിച്ച് ഹെഡ്സ്, ഈ രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ലൈറ്റിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റിലേക്ക് വന്നാൽ, വേവ് എന്ന് പറയുമ്പോൾ, വേവ് ട്രാവൽ ചെയ്യുമ്പോൾ അത് കടന്നു പോകുന്ന മീഡിയത്തിൻ്റെ മൂവ്മെൻറ്റിനെ അടിസ്ഥാനമാക്കി വേവുകളെ രണ്ടായി തിരിക്കുന്നു. അതിലൊന്ന് ട്രാൻസ്വേഴ്സ് വേവാണ്, രണ്ടാമത്തേത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണ്. അപ്പോൾ അതിലെ ഒന്നാമത്തെ പോയിന്റ്, ലൈറ്റ് ഇസ് എ ട്രാൻസ്വേഴ്സ് വേവ്. ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. എന്താണ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ? ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്, ട്രാൻസ്വേഴ്സ് വേവ് ഈസ് ദ വേവ് ഇൻ വിച്ച് particles of the medium vibrates perpendicular to the direction of wave. പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് വേവ് ഡയറക്ഷന് പെർപെൻഡിക്കുലറായി വൈബ്രേറ്റ് ചെയ്യുന്നതാണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു സൈൻ വേവ് ആണ് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. നമ്മളൊരു കോമൺ എക്സാമ്പിൾ എടുത്താൽ, നമ്മളൊരു കയറെടുത്തിട്ട് അതിൻ്റെ ഒരറ്റം ഒരു ഫിക്സഡ് പോയിന്റിൽ കെട്ടുന്നു, മറ്റേ അറ്റൻ്റെ കയ്യിൽ പിടിക്കുന്നു, എന്നിട്ട് ആ കയർ ഇങ്ങനെ ചുഴറ്റുന്ന സമയത്ത് ആ കയറിലൂടെ പോയത് ട്രാൻസ്വേഴ്സ് വേവ് ആണ് എന്ന് പറയാം. അവിടെ ഞാൻ കൊടുത്ത എനർജി അതൊരു വേവായി കയറിലൂടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് കയർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? കയർ മുകളിലോട്ടും താഴോട്ടുമാണ് മൂവ് ചെയ്യുന്നത്, അല്ലേ? വേവ് ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ കയറ് മുകളിലോട്ടും താഴോട്ടും, അഥവാ വേവ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയാണ് അവിടെ മീഡിയമായ കയറ് മൂവ് ചെയ്തിട്ടുള്ളത്, ആണല്ലോ. അപ്പോൾ ഇങ്ങനെ വേവ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയി മീഡിയം മൂവ് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഷേപ്പ്. ട്രാൻസ്വേഴ്സ് വേവിൽ ഉയർന്ന ഭാഗത്തെ ക്രസ്റ്റ് എന്നും താഴ്ന്ന ഭാഗത്തെ ട്രഫ് എന്നും വിളിക്കുന്നു. അപ്പോൾ ഇത് ക്രസ്റ്റ് ആണ്, ഇത് ട്രഫാണ്. ഇനി എന്താണ് അതിലെ ഒരു വേവ് എന്ന് പറയുന്നത്? ഒരു ക്രസ്റ്റും ഒരു ട്രഫും. ഒരു ക്രസ്റ്റ് തുടങ്ങുന്നത് മുതൽ ഒരു ട്രഫ് അവസാനിക്കുന്നത് വരെയുള്ള ഭാഗമാണ് ഒരു വേവ് എന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത്തിനെ വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നു. വേവ് ലെങ്ത്. ഇതൊക്കെ വേവ്സിൻ്റെ ഫണ്ടമെൻ്റലായ കുറച്ച് കാര്യങ്ങളാണ്. നമ്മളത് വേവ്സ് എന്നുള്ള ഭാഗത്തിൽ വീണ്ടും അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയി ഡീൽ ചെയ്യും.
അപ്പോൾ എന്തായാലും ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അതാണ് നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ്. അവിടെ നമ്മളൊരു സയന്റിസ്റ്റിന്റെ പേര് ഓർത്ത് വെക്കാനുണ്ട്, അഗസ്റ്റിൻ ഫ്രണൽ. ഫ്രണൽ എന്ന സയന്റിസ്റ്റ് ആണ് ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ലൈറ്റിന്റെ ഒരു ഫിനോമിനൻ കൂടി ഓർക്കാനുണ്ട്, അത് പോളറൈസേഷൻ ആണ്. ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് അടിസ്ഥാനമായ ലൈറ്റ് ഫിനോമിനൻ ഏതാണ് എന്ന് ചോദിച്ചാൽ പോളറൈസേഷൻ എന്ന് നമുക്ക് ആൻസർ പറയാം. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ കൺഫൈനിങ് ലൈറ്റ് റേസ് ഇൻറ്റു എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ലൈറ്റ് റേസിനെ ഒരൊറ്റ ഡയറക്ഷനിലേക്ക് കൺഫൈൻ ചെയ്യുന്നതിനെയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ലൈറ്റ് പോളറൈസേഷൻ എന്ന ഫിനോമിനൻ ഉണ്ടാക്കുന്നത് ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആയതുകൊണ്ടാണ് എന്ന് പറയാം. അഥവാ ലൈറ്റിന്റെ ട്രാൻസ്വേഴ്സ് വേവ് നേച്ചർ പ്രൂവ് ചെയ്യുന്ന ഫിനോമിനനാണ് പോളറൈസേഷൻ. നമ്മൾ ലൈറ്റ് ഫിനോമിനൻ എന്ന ഭാഗത്ത് പോളറൈസേഷനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയി പറയും. എന്തായാലും ഇവിടെ ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക, ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്, അതിൻ്റെ ബേസ് ആയിട്ടുള്ള ഫിനോമിനൻ ആണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ഈക്വലൻ്റ് ആയ സൗണ്ടിലെ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് നോക്കി പോവാം. അപ്പോൾ നമ്മൾ ലൈറ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞതുപോലെ തന്നെ സൗണ്ടിന്റെ ഡെഫിനിഷനിലേക്ക് വന്നാൽ, സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി. Sound is a form of energy that produces the sensation of hearing. അല്ലെ, ലൈറ്റ് സെൻസേഷൻ ഓഫ് വിഷൻ ആണെങ്കിൽ കേൾക്കാനാണ് ശബ്ദം അല്ലെ, സൗണ്ട് സെൻസേഷൻ ഓഫ് ഹിയറിംഗ് ആണ് തരുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി. സൗണ്ട് ഒരു എനർജിയുടെ ഫോമാണ്. അപ്പോൾ ലൈറ്റ് ഫോം ഓഫ് എനർജി അല്ലേ? അതെ, ലൈറ്റും ഫോം ഓഫ് എനർജി തന്നെയാണ്. നമ്മൾ ലൈറ്റിന് പിന്നെ ലൈറ്റ് ഈസ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നൊരു സെന്റൻസ് പറയാനുള്ളത് കൊണ്ട് ഡെഫിനിഷൻ ആ ഒരു രീതിയിലാണ് നമ്മൾ പറയാറുള്ളത്. സൗണ്ടിനൊക്കെ നോക്കുമ്പോൾ സൗണ്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ല. സൗണ്ട് ഈസ് നോട്ട് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ല സൗണ്ട്. അതുകൊണ്ട് ഡെഫിനിഷനിൽ നമ്മൾ പറയുമ്പോൾ സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി എന്ന് പറയും. സൗണ്ട് ആയാലും ലൈറ്റ് ആയാലും എല്ലാ വേവുകളും ഫോം ഓഫ് എനർജി തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് സൗണ്ടിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് പ്രൊഡ്യൂസസ് എ സെൻസേഷൻ ഓഫ് ഹിയറിംഗ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ട്രാൻസ്വേഴ്സ് വേവ് ലോഞ്ചിറ്റ്യൂഡൽ വേവിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ ലൈറ്റിന് പറഞ്ഞു ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ് അല്ലെ. സൗണ്ടിലേക്ക് വരുമ്പോൾ സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അപ്പോൾ എന്താ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ, അവിടെ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ്സ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ്. പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ്സ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇത് ഒരു ലോഞ്ചിറ്റ്യൂഡൽ വേവിന് എക്സാമ്പിൾ ആണ് ഈ ഫിഗർ. നമ്മളൊരു സ്പ്രിങ് ഒക്കെ എടുത്താൽ അതിലെ ഒരു മൂവ്മെന്റ്, അവിടെ എങ്ങനെയാണ് വേവ് അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് സ്പ്രിങ് കംപ്രസ് ചെയ്യുന്നു അല്ലെ, ഇലോങ്ങേറ്റ് ചെയ്യുന്നു. അപ്പോൾ കംപ്രഷനും ഉണ്ടാവും, റെയർ ഫ്രാക്ഷനും ഉണ്ടാവും. അങ്ങനെ കംപ്രഷനും റെയർ ഫ്രാക്ഷനും ഉള്ള വേവാണ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്. അവിടെ വേവ് മൂവ് ചെയ്യുന്നത്, വേവ് അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ മീഡിയം എങ്ങനെയാ, ഒന്നുകിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ. അതായത് ഒന്നുകിൽ വേവിന്റെ കൂടെ അല്ലെങ്കിൽ വേവിന് ഓപ്പോസിറ്റ് ആയ ഡയറക്ഷൻ. ഇത് വേവ് ഡയറക്ഷന് പാരലലാണ് എന്ന് പറയാം അല്ലെ. അപ്പോൾ അങ്ങനെ വേവ് ഡയറക്ഷന് പാരലലായി പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് വിളിക്കുന്നത്. സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. സൗണ്ട് ഇസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് വീണ്ടും നമുക്ക് ലൈറ്റിലേക്ക് വരാം. അടുത്ത പ്രോപ്പർട്ടീസ് നമ്മൾ ഏറ്റവും ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ ലൈറ്റിൻ്റെ പറഞ്ഞു, ഇപ്പോൾ സൗണ്ടിൻ്റെത് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ്, രണ്ട് തരം വേവുകൾ കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റ് ട്രാൻസ്വേഴ്സ് വേവ് ആണ്, സൗണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അടുത്ത പ്രോപ്പർട്ടീസ്, ലൈറ്റ് ഡു നോട്ട് റിക്വയർ എ മീഡിയം ടു ട്രാവൽ. ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ മീഡിയം വേണമെന്നില്ല. മീഡിയം ഇല്ലാതെയും ലൈറ്റ് ട്രാവൽ ചെയ്യും. അതുകൊണ്ടാണ് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ അല്ലെ. സൺലൈറ്റ് ഭൂമിയിലേക്ക് എത്തുന്നത് വാക്വത്തിലൂടെ കടന്നു വന്നിട്ടാണ്. വാക്വം എന്നത് മീഡിയം ഇല്ലാത്ത സ്റ്റേറ്റ് ആണ് അല്ലെ. അപ്പോൾ ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ മീഡിയത്തിന്റെ ആവശ്യമില്ല. ലൈറ്റ് ഡു നോട്ട് റിക്വയർ എ മീഡിയം ടു ട്രാവൽ. ഓക്കെ, ഇനി മീഡിയം ഉണ്ടെങ്കിൽ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് വേരീസ്.
സ്പീഡ് ഓഫ് ലൈറ്റ് വേരീസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് വരുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് വേരി ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കണ്ടെത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേര് ലിയോൺ ഫുക്കോൾട്ട് എന്നാണ്. ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ മീഡിയം വേണ്ട എന്ന് പറഞ്ഞതും മീഡിയം ടു മീഡിയത്തിൽ നിന്ന് മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് സ്പീഡ് വേരി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതും ലിയോൺ ഫുക്കോൾട്ട് എന്ന സയൻറ്റിസ്റ്റാണ്. സയൻറ്റിസ്റ്റുകളുടെ പേരൊന്നും നമ്മളെ സംബന്ധിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി അടുത്തത്, സ്പീഡ് വേരി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടിയ സ്പീഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്, സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് മാക്സിമം ഇൻ വാക്വം. വാക്വത്തിലാണ് ലൈറ്റിന് ഏറ്റവും കൂടിയ സ്പീഡ് ഉള്ളത്. സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് മാക്സിമം ഇൻ വാക്വം. ദെൻ വാക്വത്തേക്കാൾ കുറവാണ് എയർ, ദെൻ വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. ഈ ഓർഡർ ഒന്ന് കൃത്യമായി ഓർത്ത് വെക്കുക. സ്പീഡ് ഓഫ് ലൈറ്റ് മാക്സിമം ഇൻ വാക്വം, അതിനേക്കാൾ കുറവാണ് എയർ, അതിനേക്കാളും കുറവാണ് വാട്ടർ, അതിനേക്കാളും കുറവാണ് ഗ്ലാസ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് മിനിമം ഇൻ ഡയമണ്ട്. നമ്മൾ സ്റ്റേറ്റുകൾ നോക്കിയാൽ വാക്വം, എയർ അല്ലെ, എയർന്ന് വാട്ടറിലേക്ക് പോകുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് കുറഞ്ഞു വരികയാണ്. അഥവാ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് അല്ലെ, ഇങ്ങോട്ട് പോകുന്നതിന് മീഡിയത്തിൻ്റെ ഡെൻസിറ്റി കൂടി വരികയാണ്. ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് സ്പീഡ് ഓഫ് ലൈറ്റ് ഡിക്രീസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വാക്വത്തിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഡിക്രീസസ്, ദെൻ എയർ ടു വാട്ടർ അഗെയിൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഡിക്രീസസ്, വാട്ടർ ടു ഗ്ലാസ് അഗെയിൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഡിക്രീസസ്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കുറവുള്ളത് ഡയമണ്ടിലാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് മാക്സിമം വാക്വത്തിലാണ്, മിനിമം ഡയമണ്ടിലാണ്. ദെൻ ഓരോ മീഡിയത്തിലെയും ലൈറ്റിൻ്റെ സ്പീഡിൻ്റെ വാല്യൂ കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വാല്യൂ വാക്വത്തിലെ ലൈറ്റിൻ്റെ സ്പീഡാണ്. അത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ ഫിസിക്സിൽ സി എന്ന ലെറ്റർ കൊണ്ട്, ക്യാപിറ്റൽ ലെറ്റർ സി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് വാക്വത്തിലെ ലൈറ്റിൻ്റെ സ്പീഡായ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡിനെയാണ്. നമ്മൾ ഐൻസ്റ്റീൻ്റെ മാസ് എനർജി ഇക്വേഷൻ E=mc² എന്ന് നമ്മൾ എഴുതും. അവിടെ സി എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ വാക്വത്തിലെ ലൈറ്റിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇനി എയറിലേക്ക് വന്നാൽ, എയറിൽ വാക്വത്തേക്കാൾ കുറച്ച് കുറവാണെങ്കിലും വാല്യൂ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ 3 × 10⁸ എന്ന് തന്നെ എടുക്കും. ഈ രണ്ട് കേസിലും ഇത് റൗണ്ടഡ് വാല്യൂ ആണ്. അപ്പോൾ എയറിലേതും റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 × 10⁸ തന്നെ റൗണ്ട് ചെയ്യാം. പക്ഷേ വാക്വത്തേക്കാൾ കുറവാണ് എന്ന് ഓർത്ത് വെക്കുക. വാട്ടറിലെ സ്പീഡിലേക്ക് വന്നാൽ, വാട്ടറിലെ ലൈറ്റിൻ്റെ സ്പീഡ് 2.25 × 10⁸ ആണ്. ഗ്ലാസിലെ സ്പീഡ് 2 × 10⁸ ആണ്. ഡയമണ്ടിലേത് 1.25 × 10⁸ ആണ്. വാല്യൂ ഓർക്കാൻ വളരെ എളുപ്പമാണ്. വാക്വത്തിൽ എയറിലും 3 × 10⁸ ആണ്. വാട്ടറിലേക്ക് വരുമ്പോൾ 2.25 ആയി, ദെൻ 2, ദെൻ 1.25. ആ ഓർഡറിൽ 3, 2, 2.25, 3 കഴിഞ്ഞാൽ 2.25, ദെൻ 2, ദെൻ 1.25. ആ ഓർഡറിൽ അങ്ങ് ഓർത്ത് വെച്ചാൽ മതിയാവും. ഓക്കെ, ദെൻ അതിൻ്റെ കൂടെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിന്റ്, ഡെൻസിറ്റി ഓഫ് ലൈറ്റ് എന്നൊരു ടേം പറയുകയാണെങ്കിൽ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അത് ലൈറ്റിൻ്റെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു യൂണിറ്റ് വോളിയത്തിൽ തങ്ങി നിൽക്കുന്ന ലൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു രീതിയിൽ പറയുമ്പോൾ ലൈറ്റ് സ്പീഡ് കൂടുതൽ എവിടെയാണോ അവിടെ ഡെൻസിറ്റി കുറവായിരിക്കും. ലൈറ്റ് ഡെൻസിറ്റി മാക്സിമം ഉണ്ടാവുന്നത് ഏറ്റവും കുറഞ്ഞ സ്പീഡുള്ള ഡയമണ്ടിലായിരിക്കും. ലൈറ്റ് ഡെൻസിറ്റി മിനിമം ആവുന്നത് ഏറ്റവും കൂടിയ സ്പീഡുള്ള വാക്വത്തിലായിരിക്കും. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ലൈറ്റ് ഈസ് ഹയസ്റ്റ് ഇൻ ഡയമണ്ട് ആൻഡ് ലോവസ്റ്റ് ഇൻ വാക്വം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സ്പീഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആര് വരുന്നത്, ഡെൻസിറ്റി വരുന്നത് എന്നുകൂടി ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇത് ഇക്വലൻ്റ് ആയ സൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് വരാം. അപ്പോൾ ലൈറ്റിന് മീഡിയം വേണ്ട എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അടുത്ത സൗണ്ടിലേക്കുള്ള പോയിന്റ് വരുമ്പോൾ സൗണ്ട് റിക്വയർസ് എ മീഡിയം ടു ട്രാവൽ. സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ മീഡിയം വേണം. ലൈറ്റിന് ഡു നോട്ട് റിക്വയർ മീഡിയം ആണെങ്കിൽ സൗണ്ട് റിക്വയർസ് എ മീഡിയം ടു ട്രാവൽ. സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ മീഡിയം കൂടിയേ തീരൂ. അതായത് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യുവാനുള്ള കഴിവ് സൗണ്ടിനില്ല. സൺലൈറ്റ് നമ്മളെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്, അതുകൊണ്ട് നമ്മളത് കാണുന്നു. പക്ഷേ സൂര്യനിലുണ്ടാവുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല, അല്ലേ? അപ്പോൾ വാക്വത്തിലൂടെ കടന്നു വരാനുള്ള കഴിവ് ശബ്ദത്തിനില്ല, സൗണ്ടിനില്ല. പക്ഷെ നമ്മൾ ഇടിയും ഒക്കെ കേൾക്കുന്നത്, ഇടിയുടെ ശബ്ദമൊക്കെ കേൾക്കാൻ കാരണം എന്താ? ഇടി രൂപം കൊള്ളുന്നത് അറ്റ്മോസ്ഫിയറിനകത്താണ്.
അല്ലേ? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എയറിൻ്റെ ഒരു ലെയർ ആണ്. അപ്പോൾ എയറിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്യും, വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിനകത്ത് അല്ലെങ്കിൽ എയറിനകത്ത് രൂപം കൊള്ളുന്ന സൗണ്ട് നമ്മൾ കേൾക്കും, പക്ഷെ വാക്വത്തിൽ രൂപം കൊള്ളുന്ന സൗണ്ട് നമ്മൾ കേൾക്കുന്നില്ല. കാരണം സൗണ്ടിന് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ കഴിയില്ല. സൗണ്ട് റിക്വയർസ് എ മീഡിയം ടു ട്രാവൽ. ഓക്കെ, ഇനി നമ്മൾ ലൈറ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് സൗണ്ടിൻ്റെയും സ്പീഡ് മാറുന്നുണ്ട്. എങ്കിൽ സൗണ്ട് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഇൻ സോളിഡ്സ്. സൗണ്ടിൻ്റെ സ്പീഡ് മാക്സിമം ഉള്ളത് സോളിഡ്സിലാണ്. ലൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ലൈറ്റിൽ നമ്മൾ നോക്കുമ്പോൾ എയറിൽ വാക്വത്തിൽ ഏറ്റവും കൂടുതൽ, പിന്നെ എയർ, പിന്നെ വാട്ടർ, പിന്നെ ഗ്ലാസ്. സോളിഡ്സിലേക്ക് വരുമ്പോൾ ഗ്ലാസും ഡയമണ്ടും ആണ് അവിടെ സോളിഡ്സ് ആയിട്ടുള്ളത്. അതിലേറ്റവും കുറവായിരുന്നു ലൈറ്റിൻ്റെ സ്പീഡ്. പക്ഷെ സൗണ്ടിൽ നേരെ തിരിച്ച. സൗണ്ട് ഏറ്റവും കൂടിയ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് സോളിഡ്സിലാണ്. സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് മാക്സിമം ഇൻ സോളിഡ്സ്. സോളിഡ്സിനേക്കാൾ കുറവാണ് ലിക്വിഡ്, ലിക്വിഡിനേക്കാൾ കുറവാണ് ഗ്യാസ്. അപ്പോൾ സ്പീഡ് ഓഫ് സൗണ്ട് പറയുകയാണെങ്കിൽ സ്പീഡ് ഓഫ് സൗണ്ട് മാക്സിമം സോളിഡ്, സോളിഡിനേക്കാൾ കുറവാണ് ലിക്വിഡ്, ലിക്വിഡിനേക്കാൾ കുറവാണ് ഗ്യാസ്. ഓക്കെ, സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് മിനിമം ഇൻ എയർ. ഏറ്റവും കുറവുള്ളത് എയറിലാണ്. വാക്വത്തിൽ സൗണ്ടേ ഇല്ല, അപ്പോൾ പിന്നെ അത് നമ്മൾ പറയണ്ട. ഉള്ളതിൽ ഏറ്റവും കുറവ് എയറിലാണ്. സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് മിനിമം ഇൻ എയർ. സ്പീഡ് ഓഫ് സൗണ്ട് മാക്സിമം സോളിഡ്സിലാണ്, മിനിമം എയറിലാണ്. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഓർത്ത് വെക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് എയറിലെ സൗണ്ടിൻ്റെ സ്പീഡാണ്. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ലൈറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ കുറവാണ്. ലൈറ്റിൻ്റെ 3 × 10⁸ ആണെങ്കിൽ ഇവിടെ സൗണ്ടിൻ്റെ സ്പീഡ് 340 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 340 എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം റേഞ്ച് എടുക്കുന്നതാണ്. 330 മുതൽ 350 വരെ നമ്മൾ വാല്യൂ, അത് ടെമ്പറേച്ചർ അനുസരിച്ച് മാറുന്നത് കൂടിയാണ്. അവിടെ നമ്മൾ ആവറേജ് ആയി 340 എന്ന വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ 340 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ മറ്റു മീഡിയത്തിലെ കൂടി പിന്നെ സൗണ്ടിൻ്റെ സ്പീഡ് നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം. വാട്ടറിലെ, ഡിസ്റ്റിൽഡ് വാട്ടറിലാണെങ്കിൽ ഇത് 1498 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് സീ വാട്ടർ ആണെങ്കിൽ 1531 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഹൈഡ്രജനിലെ സ്പീഡ് എടുക്കുകയാണെങ്കിൽ എയറിലാകുമ്പോൾ കുറവാണ് കമ്പാരിറ്റീവ്ലി. അതിൽ ഹൈഡ്രജനിൽ ഗ്യാസുകളിൽ കമ്പാരിറ്റീവ്ലി കൂടിയതാണ് ഹൈഡ്രജൻ എന്ന് പറയാം. ഹൈഡ്രജനിലെ സ്പീഡ് 1284 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഇത് രണ്ടും ഒന്ന് നോക്കുക. സ്റ്റീലും അലുമിനിയവും സോളിഡ്സ് ആണ് അല്ലേ? അപ്പോൾ സ്റ്റീലിലെ സ്പീഡ് 5960 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അലുമിനിയത്തിലെ സ്പീഡ് 6420 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് മാക്സിമം ഇൻ ഡയമണ്ട് ആണ്. ഡയമണ്ടിൽ ഏകദേശം 12,000 മീറ്റർ പെർ സെക്കൻഡ് റേഞ്ചിലാണ് ഡയമണ്ടിലെ സ്പീഡ് വരുന്നത്. ഓക്കെ, ഇനി ഇത്രയും പറഞ്ഞു വെച്ചെടുത്ത് നമ്മൾ പക്ഷേ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ഹയസ്റ്റ് സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ ആൻസറായി വന്നിട്ടുള്ളത് സ്റ്റീലാണ്. അതായത് മറ്റു വാല്യൂസൊക്കെ സ്റ്റീലിനേക്കാൾ കൂടിയതൊന്നും ഓപ്ഷനിൽ ഉണ്ടാവില്ല എന്തായാലും. പക്ഷേ സ്റ്റീലാണ് നമ്മളെപ്പോഴും കൂടിയ സ്പീഡുള്ള മീഡിയമായി, സൗണ്ടിൻ്റെ സ്പീഡ് ഏറ്റവും കൂടിയതായി ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ എപ്പോഴും സ്റ്റീലിനെയാണ് കണ്ടുവരുന്നത്. നമ്മൾ ആ ചോദ്യത്തിൽ ആ ഓപ്ഷനിലുള്ളതിൽ അല്ലെങ്കിൽ 4 മീഡിയം തന്നതിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് ഏതിലാണ് എന്നുള്ള രീതിയിൽ മാത്രം ആ ചോദ്യത്തെ കൺസിഡർ ചെയ്താൽ മതി. അവിടെയൊക്കെ സ്റ്റീലാണ് കോമൺ ആയി നമ്മൾ ആൻസർ കൊടുക്കുന്നതായി കാണുന്നത്. ഡയമണ്ടിനെ ഒന്നും സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഉപയോഗിച്ച് കാണാറില്ല. ഏറ്റവും കൂടുതൽ ശരിക്കും ഡയമണ്ട് ആണെങ്കിലും കൂടുതലും സ്റ്റീലാണ് മാക്സിമം സ്പീഡുള്ള മീഡിയമായി ഉപയോഗിച്ച് കാണുന്നത്. ആക്ച്വലി സ്റ്റീലിനേക്കാളും കൂടുതലാണ് അലുമിനിയത്തിലേക്ക് വരുമ്പോൾ. അയണിലൊക്കെ സ്റ്റീലിനേക്കാൾ കുറവാണ്. ഇവിടെ സ്റ്റീലും അലുമിനിയവും നോക്കിയാൽ അലുമിനിയത്തിനാണ് ശരിക്കും കൂടുതൽ. 6420 വരുന്നുണ്ട് അലുമിനിയത്തിൻ്റെത്. എനിവേ സ്റ്റീലാണ് ഏറ്റവും കൂടുതൽ തവണ മാക്സിമം സ്പീഡുള്ള മീഡിയമായിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് കൃത്യമായി നോക്കി വെക്കുക. ഇനി അടുത്തതിലേക്ക് പോയാൽ നമ്മൾ ഇതിന് ഇക്വലൻ്റായ ഇനി അടുത്ത പ്രോപ്പർട്ടീസിലേക്ക് വരുന്നു. നമ്മൾ ഏറ്റവും ഫണ്ടമെൻ്റലായ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു? ടൈപ്പ് ഓഫ് വേവ് എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞു. അത് ലൈറ്റ് ട്രാൻസ്വേഴ്സ് വേവ് ആണ്, സൗണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. പിന്നെ നമ്മൾ സ്പീഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ലൈറ്റ് വാക്വത്തിൽ ഏറ്റവും കൂടുതൽ, പിന്നെ എയർ, പിന്നെ വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് ഇങ്ങനെ പോകുന്നു. സൗണ്ട് നേരെ ഓപ്പോസിറ്റ് ആണ്. ഏറ്റവും കൂടുതൽ സോളിഡ്സിലാണ്, പിന്നെയാണ് ലിക്വിഡ്സും ഗ്യാസും വരുന്നത്. സൗണ്ടിൻ്റെ സ്പീഡ് ഏറ്റവും കുറവാണ് എയറിൽ, അത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്.
അവിടെ 340 മീറ്റർ/സെക്കൻഡ് എന്ന വാല്യൂ ഓർക്കുമ്പോൾ അതെന്തുകൂടിയാണ് നമ്മൾ സൂപ്പർസോണിക് വിമാനങ്ങൾ എന്നൊക്കെ പറയും അല്ലെ. സൂപ്പർസോണിക് എയറോപ്ലെയിൻസ് എന്ന് വിളിക്കാൻ കാരണമെന്ന് തന്നെ സോണിക്കിനേക്കാൾ സൂപ്പർ അഥവാ സൗണ്ടിനേക്കാൾ കൂടുതൽ സ്പീഡ് ഉണ്ടാകുമ്പോഴാണ്. സൗണ്ടിന്റെ സ്പീഡ് 340 ആണ്. 340യേക്കാൾ കൂടിയ സ്പീഡ് ഉണ്ടെങ്കിലാണ് നമ്മൾ സൂപ്പർ സോണിക് എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത പ്രോപ്പർട്ടീസിലേക്ക് വരാം. ഇനി കുറച്ച് അതുമായി ബന്ധപ്പെട്ട കുറച്ച് നെയിമുകളാണ്. അതൊന്ന് സ്റ്റഡി ഓഫ് ലൈറ്റ് അല്ലെ. സ്റ്റഡി ഓഫ് ലൈറ്റ് നമുക്കെല്ലാം അറിയാം, ഒപ്റ്റിക്സ് ആണ്. സ്റ്റഡി ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് ഒപ്റ്റിക്സ് ആണ്. അതുപോലെ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി, ലൈറ്റ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡലയാണ്. കാൻഡല നമ്മൾ SI യൂണിറ്റുകളിൽ ഏറ്റവും ഫണ്ടമെൻ്റലായ ഫിസിക്സിലെ 7 യൂണിറ്റുകൾ SI യൂണിറ്റുകളിലെ ഫണ്ടമെൻ്റൽ യൂണിറ്റുകളിൽ ഒന്നാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റായ കാൻഡല. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഒക്കെ പിന്നീട് ഒരു ക്ലാസ്സിൽ നമ്മൾ എടുക്കും. അപ്പോൾ എന്തായാലും ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡലയാണ്. ഇനി അടുത്തത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഫോർ ഹ്യൂമൺ ഐ ഈസ് 1/16 സെക്കൻഡ്. ഹ്യൂമൺ ഐയുടെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ 1/16 സെക്കൻഡ് ആണ്. എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കാഴ്ച കണ്ടാൽ അതെത്ര സമയം നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്നു എന്നതിനെയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1/16 സെക്കൻഡ് ആണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാഴ്ച കണ്ടാൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് അത് നമ്മുടെ കണ്ണിൽ തന്നെ ഉണ്ടാവും, റെറ്റിനയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ പണ്ടൊക്കെ ഫിലിം റോളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സിനിമ കാണിക്കുന്നത്. അവിടെ റോളുകളിൽ ഓരോ ഫോട്ടോകളാണ് അല്ലേ. അപ്പോൾ ഈ ഫോട്ടോകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതൊരു വീഡിയോ ആയി ഫീൽ ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന പ്രത്യേകത ഉപയോഗിച്ചാണ്. ഇപ്പോൾ ഒരാൾ കൈപൊക്കുന്ന ഒരു വീഡിയോ കാണിക്കണമെങ്കിൽ ഈ പൊസിഷനിലുള്ള ഒരു ഫോട്ടോ ഉണ്ടാവും, തൊട്ട് മുകളിലുള്ളൊരു ഫോട്ടോ ഉണ്ടാവും. അപ്പോൾ ഇത് കാണിച്ചിട്ട് 1/16 സെക്കൻഡിനകത്ത് ഈ ഫോട്ടോ മാറി അടുത്ത പൊസിഷനിലെ ഫോട്ടോ വരുന്നു. ആ സമയത്ത് അതിനുള്ളിൽ നടക്കുന്ന മാറ്റമായതുകൊണ്ട് നമുക്കത് മാറുന്നതായി ഫീൽ ചെയ്യൂല, നമുക്കതൊരു കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യുകയും ഒരു വീഡിയോ ആയി അനുഭവപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന കണ്ണിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഫോർ ഹ്യൂമൺ ഐ ഈസ് 1/16 സെക്കൻഡ്. ഇനി അടുത്തൊരു പോയിന്റ് ലൈറ്റുമായി പറയുമ്പോൾ മിനിമം ഡിസ്റ്റൻസ് ഫോർ ക്ലിയർ വിഷൻ ഫോർ നോർമൽ ഹ്യൂമൺ ഐ ഈസ് 25 സെൻറ്റിമീറ്റർ. നമ്മളൊരു കാഴ്ച കാണാൻ നമ്മുടെ കണ്ണിൽ നിന്ന് മിനിമം എത്ര ഡിസ്റ്റൻസിലായിരിക്കണം ആ കാഴ്ച എന്ന് ചോദിച്ചാൽ അത് 25 സെൻറ്റിമീറ്റർ. അതായത് കണ്ണിൽ നിന്നൊരു 25 സെൻറ്റിമീറ്റർ എങ്കിലും അകലത്തിൽ വെച്ചാലല്ലേ നമുക്കത് കൃത്യമായി കാണാൻ പറ്റൂ. അതിലും കുറവാണെങ്കിൽ ഇത്രയും 25 സെൻറ്റിമീറ്ററിനും അകത്ത് വെച്ചാൽ അത് കൃത്യമായി ക്ലിയറായി ആ കാഴ്ച കാണാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ക്ലിയർ വിഷന് കണ്ണിൽ നിന്നും 25 സെൻറ്റിമീറ്റർ എങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ഈ 25 സെൻറ്റിമീറ്റർ എന്ന ക്ലിയർ വിഷൻ്റെ ആ ലീസ്റ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്നും പറയും. അതുപോലെ നിയർ പോയിന്റ് ഓഫ് ഐ എന്നും പറയും. ഈ രണ്ട് പേരുകളും 25 സെൻറ്റിമീറ്റർ എന്ന വാല്യൂവിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒന്ന് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്നുള്ളതാണ്, രണ്ടാമത്തേത് നിയർ പോയിന്റ് ഓഫ് ഐ. റെഡിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിന് ഇക്വലൻ്റ് ആയ സൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോവാം. സൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റഡി ഓഫ് ലൈറ്റ് ഒപ്റ്റിക്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പുറത്തേക്ക് വന്നാൽ സ്റ്റഡി ഓഫ് സൗണ്ട് അക്കോസ്റ്റിക്സ് ആണ്. സ്റ്റഡി ഓഫ് സൗണ്ട് അക്കോസ്റ്റിക്സ് ആണ്. ഇനി അടുത്തത് യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻറ്റൻസിറ്റി ഡെസിബൽ ആണ്. യൂണിറ്റ് ഓഫ് ലൈറ്റ് ഇൻറ്റൻസിറ്റി എന്തായിരുന്നു? കാൻഡല ആയിരുന്നു. ഇവിടെ യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻറ്റൻസിറ്റി ഡെസിബൽ ആണ്. നമ്മൾ എത്ര സൗണ്ട് ഉണ്ട് എന്ന് പറയുന്നത്, സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി പറയുന്നത് ഡെസിബലിലാണ്. അവിടെ ആവറേജ് ഹ്യൂമൻ സൗണ്ട്, മനുഷ്യൻ്റെ ശബ്ദം ആവറേജ് എടുത്താൽ അത് 55 ഡെസിബൽ മുതൽ 65 ഡെസിബൽ വരെയാണ്. ഡി ബിയുടെ സിമ്പൽ സ്മോൾ ലെറ്റർ ഡി ക്യാപിറ്റൽ ലെറ്റർ ബി എന്നാണ്. അവിടെ 55 dB മുതൽ 65 dB വരെയാണ് മനുഷ്യൻ്റെ സൗണ്ട് ആവറേജ് എടുക്കുമ്പോൾ. ഇനി 90 dBയിൽ കൂടിയ ഇൻറ്റൻസിറ്റി ഉള്ള സൗണ്ടാണ് നമ്മൾ നോയിസ് പൊല്യൂഷനായി കണക്കാക്കപ്പെടുന്നത്. നോയിസ് പൊല്യൂഷൻ ഉണ്ട് എന്ന് പറയുന്നത് എബോവ് 90 dB സൗണ്ട് ഉണ്ടാകുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അതാണ് സൗണ്ട് ഇൻറ്റൻസിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്ത പോയിന്റ് ലൈറ്റിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ പറഞ്ഞതുപോലെ സൗണ്ടിൽ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് അല്ലേ. കേട്ട കാര്യം എത്ര സമയം തങ്ങി നിൽക്കുന്നു, ആ വാല്യൂ 1/10 സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ പെർസിസ്റ്റൻസ് ഓഫ്
വിഷനേക്കാൾ കൂടുതലാണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. ഇത് 1/10 സെക്കൻഡ് ആണ്. 1/10 സെക്കൻഡ് ആണ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. 1/10 സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ്, മിനിമം ഡിസ്റ്റൻസ് റിക്വയർഡ് ടു ഹിയർ എൻ എക്കോ എന്ന് പറയുന്നത് 17 മീറ്റർ ആണ്. ഒരു എക്കോ കേൾക്കാൻ നമ്മളും സർഫസും, സോഴ്സും സർഫസും തമ്മിൽ, അഥവാ എക്കോ എന്ന് പറയുന്നത് ഒരു സർഫസിൽ തട്ടി തിരിച്ചു വരുന്നതാണ് എക്കോ അല്ലെ. അപ്പോൾ അത് കൃത്യമായി കേൾക്കണമെങ്കിൽ സർഫസ് മിനിമം 17 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, എന്താണ് എക്കോ? നമ്മൾ പറഞ്ഞ കാര്യം, ഒരു സർഫസ് തട്ടി തിരിച്ചു വന്ന് നമ്മളത് വീണ്ടും കേൾക്കുന്നതാണ് എക്കോ എന്ന് പറയുന്നത്. നമ്മൾ ആ വാല്യൂ 17 മീറ്റർ കിട്ടുന്നത് നമുക്ക് ഈ ഒരു വാല്യൂവും വെച്ചിട്ട് നമുക്കത് പറയാൻ പറ്റും. എങ്ങനെയാ? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണല്ലോ. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണല്ലോ. ഇവിടെ സൗണ്ടിൻ്റെ സ്പീഡ് എത്രയാ? സൗണ്ടിൻ്റെ സ്പീഡ്, എയറിലെ സ്പീഡ് 340 മീറ്റർ പെർ സെക്കൻഡ് ആണല്ലോ. ഇനി ഒരു എക്കോ ഉണ്ട് എന്ന് പറയുന്നത്, നമ്മളൊരു എക്കോ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, അതൊരു സർഫസിൽ തട്ടി തിരിച്ചു വരുമ്പോൾ നമ്മളത് കൃത്യമായി കേട്ടാലാണ് അതിനെ എക്കോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മുഴക്കം പോലെ ഒരു സൗണ്ട് മാത്രമാണെങ്കിൽ അത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടായ റിവർബറേഷൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ കൃത്യമായി ആ സൗണ്ട് നമ്മൾ കേൾക്കുമ്പോഴാണ് അത് എക്കോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ശബ്ദം നമ്മൾ കൃത്യമായി വീണ്ടും കേൾക്കണമെങ്കിൽ അതിനിടയിലുള്ള ടൈം ഗ്യാപ്പ് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് ആയിരിക്കണം. കാരണം ആദ്യത്തെ ശബ്ദം പുറപ്പെടുവിച്ച് 1/10 സെക്കൻഡിന് ശേഷം മാത്രമേ അത് വീണ്ടും കേൾക്കാനുള്ള കഴിവ് നമ്മുടെ ഹിയറിങ്ങിനുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ടൈം എന്ന് പറയുന്നത്, മിനിമം ടൈം ഫോർ ഹിയർ എൻ എക്കോ എന്ന് പറയുന്നത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആയ 1/10 സെക്കൻഡ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ടൈമിന് നമ്മൾ 1/10 എന്ന് കൊടുത്താൽ ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടി? 34 എന്ന് കിട്ടി അല്ലേ. 340 × 1/10 34 മീറ്റർ ആയിരിക്കണം എക്കോ ഉണ്ടാവാൻ സൗണ്ട് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് അല്ലെ. എക്കോ എന്ന് പറയുമ്പോൾ നമ്മളൊരു സർഫസിലേക്ക് പോയി അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് 34 എങ്കിൽ സർഫസ് എത്ര ഡിസ്റ്റൻസിലായിരിക്കണം എന്ന് ചോദിച്ചാൽ അല്ലെ, പോയി തിരിച്ചു വരാനുള്ള ഡിസ്റ്റൻസ് 34 ആണെങ്കിൽ പോവാൻ മാത്രമുള്ള ഡിസ്റ്റൻസ് അഥവാ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് സർഫസ് ഇതിൻ്റെ ഹാഫ് 17 മീറ്റർ ആയിരിക്കും. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതേ രീതിയിൽ പ്രോബ്ലം പറയും വരാം. ഒരാളൊരു സൗണ്ട് പുറപ്പെടുവിച്ച് അതൊരു 1 സെക്കൻഡിന് ശേഷം കേട്ടു എങ്കിൽ ആ സർഫസ് അയാളിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്പീഡ് എയറിലാണെങ്കിൽ സ്പീഡ് 340 തന്നെ. ടൈം എന്ന് പറയുന്നത് എന്തെടുക്കണം? ഇവിടെ നമ്മൾ മിനിമം ഡിസ്റ്റൻസ്, എക്കോ ഉണ്ടാവാൻ വേണ്ട മിനിമം ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചതുകൊണ്ട് മിനിമം ടൈമായ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് 1/10 എന്ന് എടുക്കുന്നു. അതിന് പകരം നമ്മൾ 1 സെക്കൻഡിന് ശേഷം കേട്ടു എന്നാണെങ്കിൽ ഇവിടെ 1 സെക്കൻഡ് എന്ന് കൊടുക്കണം. ഇനി മീഡിയം വാട്ടറിലാണെങ്കിൽ വാട്ടറിലെ സ്പീഡ് കൊടുക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾ വളരെ സിമ്പിളായി ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത് 1/10 സെക്കൻഡ് ആണ്. മിനിമം ഡിസ്റ്റൻസ് ടു ഹിയർ എൻ എക്കോ എന്ന് പറയുന്നത് 17 മീറ്റർ ആണ്. റെഡിയാണല്ലോ? ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്ത പോയിന്റ്, വേവ് ലെങ്ത് ഓഫ് വിസിബിൾ ലൈറ്റ്. ലൈറ്റിന്റെ പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പോൾ വേവ് ലെങ്ത് ഓഫ് വിസിബിൾ ലൈറ്റ് 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ്. വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പ്രകാശം അല്ലെ. അപ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് എന്താണ് നമ്മൾ പറഞ്ഞു? ഒരു വേവിന്റെ ലെങ്ത് ആണ് വേവ് ലെങ്ത് അല്ലെ. ഇതാണ് വേവ് ലെങ്ത് എങ്കിൽ വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഇതൊരു ലെങ്ത് ആണ്, അപ്പോൾ യൂണിറ്റ് മീറ്റർ ആണ്. ദെൻ നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ ആണ്. 10⁻⁹ മീറ്ററിനെയാണ് നാനോമീറ്റർ എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത് 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ്. 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ വരെയാണ് വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത്. അവിടെ നമ്മൾ ഒരു പോയിന്റ് കൂടി പറയാനുള്ളത്, വിസിബിൾ ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് 7 കളേഴ്സ് അറിയാം നമുക്ക്. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അല്ലെ. വിബ്ജിയോർ 7 കളേഴ്സ് ചേർന്നതാണ് വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ്. ആരാ പറഞ്ഞത്? ഐസക് ന്യൂട്ടൺ ആണ് അല്ലെ. ഐസക് ന്യൂട്ടൺ ആണ് ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് 7 കളേഴ്സ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 7 കളേഴ്സ് അഥവാ വിബ്ജിയോർ അതിൻ്റെ വേവ് ലെങ്തിൻ്റെ ഓർഡർ തന്നെയാണ് ഈ വിബ്ജിയോർ എന്നുള്ളത്.
അഥവാ 400 നാനോമീറ്റർ വയലറ്റിന്റെ വേവ് ലെങ്ത്തും 700 നാനോമീറ്റർ റെഡിന്റെ വേവ് ലെങ്ത്തുമാണ്. അല്ലെങ്കിൽ വയലറ്റ് നിന്ന് റെഡിലേക്ക് പോകുമ്പോൾ വിബ്ജിയോറിൽ വയലറ്റ് നിന്ന് റെഡിലേക്ക് പോകുമ്പോൾ വേവ് ലെങ്ത് കൂടുന്നു. റെഡ് ലൈറ്റിനാണ് മാക്സിമം വേവ് ലെങ്ത് ഉണ്ടാവുക, വയലറ്റ് ലൈറ്റിനാണ് മിനിമം വേവ് ലെങ്ത് ഉണ്ടാവുക. വിബ്ജിയോർ എന്നത് വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിങ് ഓർഡർ ആണ്. വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിങ് ഓർഡർ ആണ് വിബ്ജിയോർ എന്നുള്ളത്. അപ്പോൾ വയലറ്റ് നിന്ന് റെഡിലേക്ക് പോകും തോറും വേവ് ലെങ്ത് കൂടി വരുന്നു. ഓക്കെ, ഇനി അവിടെ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് V = F ലാംഡ. എന്തായത് വെലോസിറ്റി ഓർ സ്പീഡ് ഓഫ് ലൈറ്റ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്, ന്യൂ എന്ന സിമ്പൽ ഉപയോഗിക്കാറുണ്ട്. ലാംഡ എന്നത് വേവ് ലെങ്ത്തിന്റെ സിമ്പലുമാണെങ്കിൽ വെലോസിറ്റി ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്, അല്ലെങ്കിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മീഡിയം എടുത്താൽ എയർ ആണെങ്കിൽ എയറിലെ സ്പീഡിനെയാണ് നമ്മൾ സി എന്ന വാല്യൂ എടുത്തത്. ഇറ്റ് ഈസ് ഈക്വൽ ടു C is equal to എന്തെന്ന് എഴുതാം നമുക്ക്? C is equal to F ലാംഡ എന്ന് എഴുതാം. അതായത് ഈ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് ഒരു മീഡിയത്തിൽ. അങ്ങനെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയണം, അല്ലെ? വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയുന്നു. ഒരു പെർട്ടിക്കുലർ മീഡിയത്തിൽ എടുക്കുന്ന സമയത്ത് കളേഴ്സിന്റെ നോക്കിയാൽ വേവ് ലെങ്ത് കൂടി വരുന്ന ഓർഡർ ആണ് വിബ്ജിയോർ എങ്കിൽ അത് ഫ്രീക്വൻസി കുറഞ്ഞു വരുന്ന ഓർഡർ ആണ്. ഓക്കെ, പറഞ്ഞു വന്നത് ഏറ്റവും കൂടിയ വേവ് ലെങ്ത് റെഡിനും ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് വയലറ്റിനുമാണെങ്കിൽ ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടിയ ഫ്രീക്വൻസി വയലറ്റിനും ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി റെഡിനുമായിരിക്കും. അപ്പോൾ മാക്സിമം വേവ് ലെങ്ത് റെഡിനാണെന്ന് പറഞ്ഞു, മിനിമം വേവ് ലെങ്ത് വയലറ്റിനാണെന്ന് പറഞ്ഞു. ഫ്രീക്വൻസി നേരെ തിരിച്ചാണ്. വിബ്ജിയോർ എന്നത് ഫ്രീക്വൻസി കുറഞ്ഞു വരുന്ന ഓർഡർ ആണ്, ഡിക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ആണ്. വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിങ് ഓർഡർ ആണ് വിബ്ജിയോർ, ഫ്രീക്വൻസിയുടെ ഡിക്രീസിങ് ഓർഡർ ആണ് വിബ്ജിയോർ. അപ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്ന ഓർഡർ ആണ് വിബ്ജിയോർ എന്നത്. മാക്സിമം ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വയലറ്റ് ലൈറ്റ് ആണ്, മിനിമം ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് റെഡ് ലൈറ്റ് ആണ്. മാക്സിമം ഫ്രീക്വൻസി വയലറ്റിനാണ്, മിനിമം ഫ്രീക്വൻസി റെഡിനാണ്. റെഡിയല്ലേ? ഇനി നമ്മൾ അവിടെ വിബ്ജിയോർ നമ്മൾ എഴുതിയാൽ വിബ്ജിയോറിന്റെ തൊട്ടപ്പുറത്ത് റെഡിന്റെയും അപ്പുറത്ത്, അഥവാ നമ്മൾ ഈ 7 കളേഴ്സിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് റെഡിനാണെന്ന് പറഞ്ഞു. റെഡിനേക്കാൾ വേവ് ലെങ്ത് ഉണ്ടെങ്കിൽ ആ വേവിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഇൻഫ്രാറെഡ്, അല്ലേ? ഇൻഫ്രാറെഡിന് ആ പേര് വന്നത് റെഡ് കളർ ഉണ്ടായതുകൊണ്ടല്ല, അത് റെഡിന്റെ അപ്പുറത്തായതുകൊണ്ടാണ്, അല്ലേ? അപ്പോൾ റെഡിനേക്കാൾ വേവ് ലെങ്ത് ഉള്ള വേവുകളാണ് ഇൻഫ്രാറെഡ്, അല്ലെങ്കിൽ റെഡിനേക്കാൾ ഫ്രീക്വൻസി കുറഞ്ഞ വേവുകളാണ് ഇൻഫ്രാറെഡ്. നമ്മൾ വേവ് ലെങ്ത് ആണ് പറയുന്നതെങ്കിൽ റെഡിനേക്കാൾ കൂടുതൽ, ഫ്രീക്വൻസി ആണ് പറയുന്നതെങ്കിൽ റെഡിനേക്കാൾ കുറവ്. അങ്ങനെയാണല്ലോ, അങ്ങോട്ട് പോകുന്നതിന് വേവ് ലെങ്ത് കൂടുന്നു അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറയുന്നു. അഥവാ നമുക്ക് പറയാം വിസിബിൾ ലൈറ്റിനേക്കാൾ വേവ് ലെങ്ത് കൂടിയ വേവുകളാണ് ഇൻഫ്രാറെഡ്. അതുപോലെ ഇപ്പുറത്തൊരാളുണ്ടല്ലോ, വയലറ്റിന്റെയും ഇപ്പുറത്ത് വയലറ്റിനേക്കാൾ വേവ് ലെങ്ത് കുറഞ്ഞ വേവുകളാണ് അൾട്രാ വയലറ്റ്, UV. അൾട്രാ വയലറ്റ് വയലറ്റിനേക്കാൾ കുറഞ്ഞ വേവ് ലെങ്ത്, അല്ലെ? ഫ്രീക്വൻസിന്റെ ടേമിലാണെങ്കിൽ വയലറ്റിന് ഏറ്റവും കൂടിയ ഫ്രീക്വൻസിയാണ്, അതിനേക്കാൾ ഫ്രീക്വൻസി ആണല്ലോ. വിസിബിൾ ലൈറ്റിനേക്കാൾ ഫ്രീക്വൻസി കൂടിയ വേവ് ആണ് അൾട്രാ വേവ് എന്ന് പറയാം, അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റിനേക്കാൾ വേവ് ലെങ്ത് കുറഞ്ഞ വേവ് ആണ് അൾട്രാ വയലറ്റ് എന്ന് പറയാം. റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ ആ 2 പോയിന്റ് കൂടി. ഇൻഫ്രാറെഡ് റേസ് എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റിനേക്കാൾ വേവ് ലെങ്ത് കൂടിയതാണ്, അൾട്രാ വയലറ്റ് വിസിബിൾ ലൈറ്റിനേക്കാൾ വേവ് ലെങ്ത് കുറഞ്ഞതാണ്. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ സൗണ്ടിലേക്ക് വരുന്നു. സൗണ്ടിൻ്റെ നമ്മൾ വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് പറഞ്ഞതുപോലെ ഒഡിബിൾ സൗണ്ട്, കേൾക്കാൻ പറ്റുന്ന, മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശബ്ദം, അത് ഫ്രീക്വൻസിയിലാണ് നമ്മൾ പറയാറുള്ളത്. അത് 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ് ഫ്രീക്വൻസി ഓഫ് ഓഡിബിൾ സൗണ്ട്. ഫ്രീക്വൻസി ഓഫ് ഓഡിബിൾ സൗണ്ട് 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ, അല്ലെങ്കിൽ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഇത് ഒരു വേവ് ആണെങ്കിൽ ഇങ്ങനെയുള്ള എത്ര വേവുകളാണ് ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്നത് എന്നതിനെയാണ് ഫ്രീക്വൻസി എന്ന് വിളിക്കുക. നമ്പർ ഓഫ് വേവ്സ് പെർ സെക്കൻഡ്. നമ്പർ ഓഫ് വേവ്സ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെർട്സ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെർട്സ്, അല്ലെ? നമ്പർ ഓഫ് വേവ്സ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേവ്സ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതാം.
നമ്പർ ഓഫ് ഫേസ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ അത് 1 ടൈം പീരീഡിന് ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഇതിന്റെ യൂണിറ്റ് എഴുതുമ്പോൾ 1/സെക്കൻഡ് അഥവാ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഈ സെക്കൻഡ് ഇൻവേഴ്സിന് ഇക്വലന്റ് ആണ് അപ്പോൾ ഹെർട്സ്. സെക്കൻഡ് ഇൻവേഴ്സിന് ഇക്വലന്റ് ആണ് ഹെർട്സ്. കാരണം 1 ടൈം പീരീഡ് ആണ് ഫ്രീക്വൻസി. അപ്പോൾ 1 ടൈം പീരീഡിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ 1 സെക്കൻഡിന് ഈക്വൽ ആണ് ഹെർട്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായാലും ഫ്രീക്വൻസി എന്താണെന്ന് കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഫ്രീക്വൻസി ഓഫ് ഒഡിബിൾ സൗണ്ട് 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ് ഫ്രീക്വൻസി ഓഫ് ഒഡിബിൾ സൗണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും 2 പേരുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു മാക്സിമം ഫ്രീക്വൻസി ആയ വയലറ്റ്. മാക്സിമം ഫ്രീക്വൻസി ആയ വയലറ്റ്, അതിനേക്കാൾ ഫ്രീക്വൻസി കൂടിയാൽ അൾട്രാ വയലറ്റ്. ഫ്രീക്വൻസിയുടെ ടേം പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ മാക്സിമം ഫ്രീക്വൻസി 20 കിലോ ഹെർട്സ്, അതിനേക്കാൾ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ടേം അത് തന്നെ അൾട്രാ. പക്ഷെ നേരത്തെ നമ്മൾ കളറിന്റെ പേരിൽ അൾട്രാ വയലറ്റ് എന്ന് പറഞ്ഞു. ഇവിടെ ശബ്ദത്തിന്റെ പേരിൽ, ശബ്ദത്തിനെയാണ് സോണിക് നമ്മൾ സൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ ആണ്. അപ്പോൾ മാക്സിമം ഫ്രീക്വൻസിയേക്കാൾ കൂടിയ ഫ്രീക്വൻസിയെ അൾട്രാസോണിക് എന്ന് വിളിക്കുന്നു. അൾട്രാസോണിക്. അപ്പോൾ എന്താണ് അൾട്രാസോണിക്? അൾട്രാസോണിക് എന്ന് പറഞ്ഞാൽ they are the sound waves having ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 20 കിലോ ഹെർട്സ്. നമുക്ക് കേൾക്കാൻ കഴിയുന്നതല്ല. നമുക്ക് കേൾക്കാൻ കഴിയുന്ന മാക്സിമം ഫ്രീക്വൻസി 20 കിലോ ഹെർട്സ് ആണ്. 20 കിലോ ഹെർട്സിനേക്കാൾ കൂടിയ ഫ്രീക്വൻസി ഉള്ളതിനെയാണ് അൾട്രാസോണിക് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇപ്പുറത്തും ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസിയേക്കാൾ കുറഞ്ഞാൽ ഇൻഫ്രാറെഡ് എന്ന് വിളിച്ചതുപോലെ ഇവിടെ 20 ഹെർട്സിനേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസി ആണെങ്കിൽ അതിനെ ഇൻഫ്രാസോണിക് എന്ന് വിളിക്കുന്നു, അല്ലെ? അപ്പോൾ ഇൻഫ്രാസോണിക് ആർ ദ സൗണ്ട് വേവ്സ് ഹാവിംഗ് ഫ്രീക്വൻസി ലെസ് ദാൻ 20 ഹെർട്സ്. 20 ഹെർട്സിനേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസി ആണെങ്കിൽ അതിനെ ഇൻഫ്രാസോണിക് എന്ന് വിളിക്കും. 20 കിലോ ഹെർട്സിനേക്കാൾ കൂടിയ ഫ്രീക്വൻസി ആണെങ്കിൽ അതിനെ അൾട്രാസോണിക് എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഏറ്റവും അവസാനമായി നമുക്ക് ലൈറ്റുമായി ബന്ധപ്പെട്ട ഒരു 4 തിയറീസ് ഉണ്ട്. അതിൻ്റെ പേരുകൾ കൂടി ഒന്ന് പറഞ്ഞു പോവാം. അതിൽ 4 തിയറീസ് ആണ്. എങ്ങനെയാണ് ലൈറ്റ് എന്നതിനെ പറ്റി പറയുന്ന 4 തിയറീസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തേത് കോർപ്പസ്കുലാർ തിയറിയാണ്. കോർപ്പസ്കുലാർ തിയറി എന്ന് പറഞ്ഞാൽ ലൈറ്റ് മൂവ്സ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ, അല്ലെ? റേ ഒപ്റ്റിക്സ് എന്ന ബ്രാഞ്ച് മൊത്തം വരുന്നത് കോർപ്പസ്കുലാർ തിയറിയിലാണ്. ലൈറ്റ് കോർപ്പസിൽ മേഡപ്പ് ചെയ്തതാണ് ലൈറ്റ് എന്ന് പറയുന്ന തിയറിയാണ് കോർപ്പസ്കുലാർ തിയറി. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ഏതെങ്കിലും ഒരു ബോൾ എറിഞ്ഞാൽ അത് തിരിച്ചു വരുന്നത് പോലെയാണ് ലൈറ്റും വരുന്നത്, അല്ലെ? അതാണ് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ. അതുപോലെ ഒരു റേ ആയിട്ട് ലൈറ്റിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ബ്രാഞ്ച് മൊത്തം വരുന്നത്, അഥവാ റേ ഓപ്റ്റിക്സ് മൊത്തം വരുന്നത് ലൈറ്റ് ഒരു റേ ആണ്, ലൈറ്റ് ഒരു കോർപ്പസിൽസ് ആണ് എന്ന തിയറിയുടെ ബേസിലാണ്. അതാണ് കോർപ്പസ്കുലാർ തിയറി. നമ്മൾ ലൈറ്റിന്റെ ഫിനോമിനനായ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും ഈ കോർപ്പസ്കുലാർ തിയറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അതൊക്കെ ഡീറ്റെയിൽ ആയി നമുക്ക് വരും ക്ലാസ്സുകളിൽ പറയാം. അപ്പോൾ എന്തായാലും കോർപ്പസ്കുലാർ തിയറി കണ്ടെത്തിയത് ഐസക് ന്യൂട്ടൺ ആണ്. ഇനി രണ്ടാമത്തേത് ലൈറ്റ് ഒരു റേ മാത്രമല്ല എന്ന് ഡിഫ്രാക്ഷൻ പോലുള്ള, അല്ലെ? നമ്മളൊരു ടോർച്ചിലെ ലൈറ്റ് അടിച്ചാൽ ആ ലൈറ്റ് പോകുന്നത് എങ്ങനെയാ? ഇങ്ങനെയാണോ? അല്ല, ലൈറ്റ് പോകുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള കഴിവുണ്ട് ലൈറ്റിന്. അതൊരു റേ ചെയ്യുന്ന ഫിനോമിനൻ അല്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ലൈറ്റ് ഒരു വേവ് ആയിരിക്കണം. അങ്ങനെയാണ് അടുത്ത തിയറി വരുന്നത്, വേവ് തിയറി വരുന്നത്. അത് കണ്ടെത്തിയ സയന്റിസ്റ്റ് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ് വേവ് തിയറി കണ്ടെത്തിയത്. വേവ് തിയറിയുടെ ബേസിലാണ് നമ്മൾ ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ, ഇന്റർഫറൻസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റെഡിയല്ലേ? ഓക്കെ, അടുത്തത് ലൈറ്റ് ഇസ് എൻ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി. അത് കൊണ്ടുവന്നത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ്. ഓക്കെ, ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയ സൗണ്ടിന്റെ തിയറി എന്ന് പറയുന്നത് ക്വാണ്ടം തിയറിയാണ്. ക്വാണ്ടം തിയറി കൊണ്ടുവന്നത് മാക്സ് പ്ലാങ്ക് ആണ്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഐൻസ്റ്റീൻ ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, അത് എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ക്വാണ്ടം തിയറിയുടെ ബേസിലാണ്. ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് എനർജി പാക്കറ്റ്സ് കോൾഡ് ക്വാണ്ട എന്നാണ് ക്വാണ്ടം തിയറിയിൽ പറയുന്നത്. അതാണ് പിന്നീട് ഫോട്ടോൺ എന്ന പേരിലേക്ക് വരുന്നത്. ലൈറ്റിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയ യൂണിറ്റ് ആയി പറയുന്നത് ഫോട്ടോൺ ആണ്. ഓക്കെ, അപ്പോൾ ക്വാണ്ടം തിയറി കണ്ടെത്തിയത് മാക്സ് പ്ലാങ്ക് ആണ്. റെഡിയല്ലേ?
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ആയി പറയാനുള്ളത്. ഇനി ലൈറ്റിലേക്ക് വരുമ്പോൾ ലൈറ്റിൻ്റെ ഫിനോമിനൻസും കാര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. എന്തായാലും അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് ആയി ലൈറ്റിനെയും സൗണ്ടിനെയും കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ശരി, താങ്ക്സ്.